അത് നമ്മൾ പഠിച്ചാൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യും. കാണിച്ച മണ്ടത്തരം. നോ 10 days കുറേ സ്ട്രെസ്. ഹലോ ഗൈസ്, ദിസ് ഇസ് ദ വീഡിയോ അബൌട്ട് കേറ്ററ്റ് എക്സാം. എങ്ങനെ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും, ആൻഡ് എങ്ങനെയാണ് ഞാൻ പഠിച്ചത്, ആൻഡ് ഇതിനൊരു പെയ്ഡ് ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടോ, ആൻഡ് ആൾസോ കുറച്ച് ടിപ്പ് ആൻഡ് ട്രിക്സ് ബിഫോർ ദി എക്സാം. ഓക്കെ, ഹോപ്പ് ഇറ്റ്സ് ഇൻഫോർമേറ്റീവ്. സോ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയാം. 2025 ജാനുവരിയിലാണ് എൻ്റെ കേറ്ററ്റ് എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഇന്റേൺഷിപ്പ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറേ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും അങ്ങനെ തന്നെ ഇന്റേൺഷിപ്പ് ടൈമിലായിരിക്കും കേറ്ററ്റ് എക്സാം ഒക്കെ ഫസ്റ്റ് ടൈം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പഠിക്കാൻ സമയം കണ്ടെത്തണം. അപ്പം ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് പറയാം. ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ജാനുവരിയിലായിരുന്നു എക്സാം. സോ ഡിസംബർ ഒരു 10 days അത് ഞാൻ പഠിച്ചു. സീരിയസ്ലി ഞാൻ 10 days ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ നല്ലപോലെ ഇരുന്ന് അങ്ങ് പഠിച്ചു. അങ്ങനെയാണ് ഞാൻ ഇത് ക്ലിയർ ചെയ്തത്. ആക്ച്വലി ഞാൻ പെയ്ഡ് ക്ലാസ്സോ ഒരു ക്ലാസ്സിലോ അങ്ങനെയൊന്നും ചേർന്നിട്ടില്ല. ചേർന്നത് നല്ലതല്ല എന്നല്ല, നല്ലത് തന്നെയാണ്. ഞാൻ പഠിച്ചത് നമുക്ക് ഇപ്പം യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തു ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് കേറ്ററ്റിൻ്റെ ക്ലാസ് എന്നും പറഞ്ഞ്. ഞാൻ റെഫർ ചെയ്ത കുറച്ച് യൂട്യൂബ് ചാനൽസ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് ഇറ്റ്സ് സോ ഇൻഫോർമേറ്റീവ്. അത് നമ്മൾ പഠിച്ചാൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്യും. എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ തലച്ചോറ് കയറത്തില്ല. ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്താണ് പഠിക്കാറ്. സോ ഇതാണ് എൻ്റെ കേറ്ററ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത നോട്ട്. പിന്നെ മാത്സ് എനിക്ക് ടഫാണ്. മാത്സിന് വേണ്ടി ഞാൻ അല്ലാതെ ഒരു പഴയ നോട്ടെടുത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് പിന്നെ പെയ്ഡ് ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടോ, ക്ലാസ് നമ്മൾ പോയി പഠിക്കണോ, അല്ലെ അങ്ങനെ പഠിക്കാൻ പറ്റുമോളാ എന്നൊക്കെ ചോദിക്കണവരോട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ, ചിലർക്കിപ്പം നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട്. പലർക്കും പല പഠന വേഗതയാണ്, പഠന രീതികൾ വ്യത്യാസമാണ്. ചിലപ്പോൾ പോയി പഠിച്ച ഒരാളുടെ ട്രെയിനിങ് അങ്ങനെ പഠിക്കാൻ പറ്റുള്ള പോയി പഠിക്കുക തന്നെ ചെയ്യണം. അത് നല്ലത് തന്നെയാണ്. അല്ലാതെ ഇപ്പം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. ലൈക്ക് ഞാൻ ഭയങ്കര പഠിപ്പിയോ അങ്ങനെയുള്ള ആളല്ല. ബട്ട് ഈ വീഡിയോസ് അതിൽ അപ്പുറം ഒന്നുമില്ല. ലൈക്ക് അത്രയും വീഡിയോസ് അവരിടുന്നുണ്ട്. അത് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ അറിയാലോ, നമുക്ക് നെഗറ്റീവ് ഇല്ല. അപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. ഇനി ഞാൻ കാണിച്ച മണ്ടത്തരം അത് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ പെയ്ഡ് ക്ലാസ്സിനൊന്നും കയറുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ലൈക്ക് ഇതിൻ്റെ കേറ്ററ്റ് എക്സാമിൻ്റെ ടൈം ലൈക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, ആ ടൈം ഞാൻ പോയി എന്ത് ചെയ്തു, വീട്ടിൽ പറഞ്ഞു. ലൈക്ക് വീട്ടുകാർ പറഞ്ഞു, നീ ഒരു റാങ്ക് ഫയൽ മേടിക്കും, ഒരു ബുക്ക് മേടിച്ച് പഠിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു ഓക്കെ പഠിക്കാം, അങ്ങനെ പഠിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ബുക്ക് സ്റ്റോറിൽ പോയി കേറ്ററ്റിനുള്ള റാങ്ക് ഫയൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അവരൊരു ബുക്ക് കൊണ്ട് എനിക്ക് തന്നു. അത് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ബുക്ക്, ഇത്രയും ഉണ്ട്. ദ ഫൺ ഫാക്ട് ഈസ്, ഞാനിത് തുറന്നു പോലും നോക്കിയിട്ടില്ല. പുതിയത് 1000 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതാണ്. 1000 രൂപ. എന്തോരം സാധനങ്ങൾ മേടിക്കായിരുന്നു കേസ് ആ പൈസയ്ക്ക്. എന്തോരം ഡ്രസ്സ് മേടിക്കായിരുന്നു, എന്തോരം സ്കിൻ കെയർ മേടിക്കായിരുന്നു, എന്തോരം ബിരിയാണി കഴിക്കായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കും. ഇതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. കാരണം ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. സോ അങ്ങനെ റാങ്ക് ഫയൽ വേണമെന്നില്ല. സീരിയസ്ലി ഞാൻ പഠിച്ചത് യൂട്യൂബ് വീഡിയോസ് കണ്ടാണ്. അങ്ങനെ പഠിക്കാൻ പറ്റും, എല്ലാം അതിൽ തന്നെ ഉണ്ട്. ഇപ്പം എക്സാം ആവാറായി. സോ ഞാനൊരു പറയുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, എക്സാം നിങ്ങൾ നേരത്തെ തന്നെ പോകണം. ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ സ്കൂളിൽ എത്താൻ നോക്കണം. ഒരു 3/4 മണിക്കൂർ മുമ്പെങ്കിലും സ്കൂളിൽ എത്തണം. ഹോൾ ടിക്കറ്റ് ആൻഡ് ഒരു ID പ്രൂഫ് കയ്യിലുണ്ടായിരിക്കണം. ആൻഡ് ആൾസോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ ഇത് ഇൻവിജിലേറ്റർ ഒപ്പ് വച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. കാരണം ആ ഹോൾ ടിക്കറ്റാണ് നമ്മൾ കേട്ടിട്ട് പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ അതിനുവേണ്ടി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ആ ഹോൾ ടിക്കറ്റ് കാണിക്കണം. സോ അതിൽ പ്രധാനമായിട്ടും ഇൻവിജിലേറ്ററിൻ്റെ ഒപ്പ് ഉണ്ടാവണം. ഉണ്ടായില്ലെങ്കിൽ അത് പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഡി ഓഫീസിൽ പോകണം, അപേക്ഷ കൊടുക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സോ അത് ഒപ്പ് ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നീടുള്ള കാര്യം കൂളായിട്ട് പോയി എഴുതുക.
ടെൻഷൻ അടിക്കണ്ട. എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞായിരുന്നു ഇങ്ങനെ ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ കുറേ മണ്ടത്തരങ്ങൾ കാണിക്കും. നമുക്കറിയാവുന്ന സിമ്പിൾ സില്ലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ ടെൻഷൻ അടിച്ച് അതെല്ലാം കൊണ്ട് തെറ്റിക്കും. സോ കൂളായിട്ടിരിക്കുക. നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്കറിയാം. അതങ്ങ് ടെൻഷൻ ഫ്രീ ആയിട്ടങ്ങ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഒരു കാര്യം, ചിലർക്ക് അറ്ററ്റ് ഫസ്റ്റിൻ്റെ കേസ് മാത്സ് കമ്പൽസറി ആണല്ലോ. അപ്പം മാത്സ് ചിലർക്ക് പാടായിരിക്കും. എനിക്ക് പാടായിരുന്നു മാത്സ്. സോ ഞാൻ എന്ത് ചെയ്തു, മാത്സ് കൊണ്ടുപോയി ലാസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് വെച്ചിരുന്നു. ലാസ്റ്റ് എനിക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ പക്ഷെ നിങ്ങൾ ആദ്യവും പോയി ചെയ്യരുത്, ലാസ്റ്റ് വരെ വച്ചേക്കുകയും ചെയ്യരുത്. ഒരു മിഡിൽ, ഇപ്പം എന്താണ് സൈക്കോളജി, മലയാളം അതൊക്കെ ചെയ്തു കഴിഞ്ഞ് ഒരു മിഡിൽ ടൈം, ആ ടൈം നമ്മൾ മാത്സിന് കൊടുക്കണം. എന്നാലേ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ ഇപ്പം ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ കേട്ട് എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ഡെസ്പ് ആവരുത്. പിന്നെ അങ്ങോട്ട് പോകണമ്പം നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടാവും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ കാറ്ററ്റ് എക്സാം. എല്ലാവരും ജയിക്കട്ടെ. ഓക്കെ.